നമ്മൾ കഴിഞ്ഞ ആയത്ത് മുതൽ ഈ ഭക്ഷണ കാര്യത്തിലേക്കാണ് വരുന്നത്. അതായത് ഇബാദത്തിൽ ഭക്ഷണം എങ്ങനെ ഇബാദത്താവുന്നു എന്നുള്ള ആ വിഷയം. അപ്പോൾ കുലൂ മിമ്മാ ദുക്കിറ സ്മുല്ലാഹി അലൈഹി ഇൻ കുന്തും ബി ആയാത്തിഹി മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചത് തിന്നുക. അപ്പോൾ അവർ പറഞ്ഞിരുന്നൊരു ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, ചത്തുപോകുന്ന സാധനങ്ങൾ അള്ളാഹു കൊല്ലുന്നതാണ്. അതായത് ചത്തുപോകുന്ന സാധനങ്ങളെ ആരാണ് അറുക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹു തന്നെ കശാപ്പ് ചെയ്യുന്നതാണ്. അത് തിന്നാൻ പാടില്ല. എന്നാൽ നമ്മൾ സ്വന്തം അറുക്കുന്നത് തിന്നുകയും ചെയ്യാം. അതെന്ത് യുക്തിയാണെന്നാണ് അവരോട് ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഈ വിലക്കുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അടിമത്ത ബോധത്തിനെ സൃഷ്ടിക്കാനുള്ളതാണ്. അതായത് നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്നുള്ള ആ ബോധത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കാൻ പാടില്ല. നമ്മളൊരിക്കലും പുറത്ത് കടക്കാൻ പാടില്ല. അത് തന്നെയായിരുന്നു ആദം നബി അലൈഹിസ്സലാമിനെ ആ സ്വർഗത്തിലാക്കിയപ്പോൾ ആ ഒരു വൃക്ഷത്തിൻ്റെ അവിടേക്ക് പോകരുത് എന്ന് പറയുമ്പോൾ ഒരു അടിമത്ത ബോധം നമ്മളിങ്ങനെ നിലനിർത്തുക. ഇത് തന്നെയാണ് ഓപ്പോസിറ്റും ചെയ്യുന്നത്. അതായത് അള്ളാഹുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരുടെ അടിമത്തത്തിലേക്ക് അല്ലെങ്കിൽ ശൈത്താൻ്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു വിലക്കിയതിനെ ഹലാലാക്കുകയും എന്നിട്ട് അവർ സ്വയം വിലക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ എന്താ ചോദിച്ചാൽ, ഈ മനുഷ്യ സമൂഹത്തിൽ നമ്മൾ അവരുടെ അടിമകളാണ് എന്നുള്ള ആ ബോധം അങ്ങനെ നിലനിൽക്കും. അത് പൗരോഹിത്യമാവും, നേതാക്കളാവും, രാഷ്ട്രങ്ങളാവും, എന്തുമാവാം. അതിൻ്റെ അള്ളാഹു അല്ലാത്ത എന്തുമാവാം. എന്നാൽ അള്ളാഹുവിൻ്റെ അടിമത്തത്തിൽ നിലനിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാക്കുന്നത്. അത് കുതന്ത്രത്തിലൂടെ അത് മാറ്റി അള്ളാഹുവിൻ്റെ ആ അടിമത്തത്തെ മാറ്റി ശൈത്താൻ്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുക. അത് ഈ ഭക്ഷണ കാര്യത്തിൽ, അതായത് ഏറ്റവും പ്രാഥമികമായിട്ട് മനുഷ്യരുടെ ഒരു കാര്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത്, തീറ്റയും കൂടി. ആ സംഗതികൾ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തായി മാറുക, അത് ശിർക്കായി മാറുക എന്നൊക്കെയാണ് ഈ പറയുന്നത്. വമാലക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് തിന്നുകൂടാ, അല്ലാ തഅ്കുലു നിങ്ങൾ എന്തുകൊണ്ട് തിന്നാതിരിക്കണം, മിമ്മാ ദിക്റസ്മുല്ലാഹി അലൈഹി അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കപ്പെട്ടത് എന്തുകൊണ്ട് നിങ്ങൾക്ക് തിന്നുകൂടാ. ഇത് ചോദിക്കുന്നത് മുസ്ലിമീങ്ങളോടാണ്. അതായത് വിശ്വാസികളായ ആളുകൾ, അവരുടെ ആ പഴയ ആചാരങ്ങളും ശീലങ്ങളും ഒക്കെ വിട്ടുവരാൻ മടിയുള്ളവർ. ഇതിപ്പോൾ നമ്മളോട് ചോദിക്കുന്നതല്ല, ആ കാലത്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഒരുപാട് ശീലങ്ങൾ കൊണ്ട് നടന്ന ആളുകൾ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ മാറി വരുമ്പോൾ അവരോട്, വിശ്വാസികളോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ തിന്നോളി എന്ന് പറയുമ്പോഴും ഈ മനസ്സിനൊരു അസ്കിതുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. പിന്നെയും അതായത് വിശ്വാസം വേണ്ടത്ര ദൃഢമാവാതിരിക്കുകയും ആ പഴയതിൽ നിന്നിങ്ങോട്ട് പറിച്ചു നടാൻ ബുദ്ധിമുട്ടുള്ള ആളുകളോടും ഈ ചോദിക്കണം, എന്തുകൊണ്ട് നിങ്ങൾക്ക് തിന്നുകൂടാന്ന് ചോദിക്കണം. കാരണം അവരിങ്ങനെ കേട്ടിട്ടാണ് പഠിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ശബ്ദദിനങ്ങൾ ശവത്തിന് തിന്നോളിയും, കാരണം അത് അള്ളാഹു കശാപ്പ് ചെയ്തതാണ്, നിങ്ങൾ കശാപ്പ് ചെയ്തത് നിങ്ങൾ തിന്നണ്ട. ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച് അതൊരു ശീലമാക്കി എടുത്ത ആളുകളെ അതിൽ നിന്ന് പറിച്ചു കൊണ്ടുവരാനുള്ള അപ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ആ മാനസിക വിമിഷ്ടമുണ്ട്. നമ്മൾ മുമ്പ് അങ്ങനെ പാരമ്പര്യത്തിൻ്റെ പേരിൽ, ശീലത്തിൻ്റെ പേരിൽ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ശീലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു പോരാനുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതാണ് വഖദ് ഫസ്സലലക്കും, നിശ്ചയമായും നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ടല്ലോ. അത് സൂറത്തുൽ നഹ്ലിലാണ്. സൂറത്തുൽ നഹ്ലിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി ഫമനിൽ തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അത് സൂറത്തുൽ നഹ്ൽ 115-ാമത്തെ ആയത്താണ്. സൂറത്തുൽ നഹ്ൽ അൻആം അവതരിക്കുന്നതിൻ്റെ മുമ്പേ അവതരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമായത് എന്തെന്ന് ഞാൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ശവമാണ്, രക്തമാണ്, ലഹമുൽ ഖിൻസീറാണ്, അതായത് പന്നിമാംസമാണ്, അള്ളാഹു അല്ലാത്തതിൻ്റെ പേരിൽ അറുക്കപ്പെട്ടതാണ്. ഫമനിൽ തുറ, ആരെങ്കിലും വലിയ പ്രയാസത്തിലകപ്പെട്ടാൽ അയാൾക്ക് ഈ സാധനങ്ങൾ അനുവദനീയമാകും. ഗൈറ ബാഗിൻ വലാ ആദിൻ, അതിൻ്റെ ഉപാധിയാണ്, അത് പതിവാകരുത്, അത് അതിര് വിടാനും പാടില്ല. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അങ്ങനെയാകുമ്പോൾ അല്ലാഹു ഗഫൂറുർ റഹീമായി. അത് നിങ്ങൾക്ക് മുമ്പേ വിശദീകരിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നാണ്. നമ്മൾ ഈ ഖുർആൻ തുടങ്ങിയപ്പോഴും സൂറത്തുൽ ബഖറ 173-ലും മാഇദയിലൊക്കെ മുമ്പ് ഈ വിഷയം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്.
ഇല്ലാ മൽത്തുരിർത്തും ഇലൈഹി, അതിലേക്ക് നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടാലൊഴികെ, അതായത് ഹറാമായ ഭക്ഷണം കഴിക്കലേ നിങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ മാർഗമുള്ളൂ എന്നുള്ള അവസ്ഥയിൽ ഒഴികെ നിങ്ങൾക്ക് ഹറാമായ സംഗതികൾ, അതായത് ശുദ്ധവും വിഹിതവുമായി ഹലാലും തയ്യിബുമായ ഭക്ഷണം കിട്ടാതെ പട്ടിണി കൊണ്ട് വലഞ്ഞ അവസ്ഥയാണ്, അതിനെയാണ് ഇൽത്തിഹാർ എന്ന് പറയുക. ഇപ്പോൾ ഫലസ്തീനിലൊക്കെ നമ്മൾ കാണുന്ന ആ അവസ്ഥകൾ. അത്തരം അവസ്ഥയിൽ ജീവൻ നിലനിർത്തലാണ് പ്രധാനം. അത്തരം അവസ്ഥയിൽ ജീവൻ എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്ന് പറയുന്നത് അതിപ്രധാനമായ സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹറാമ് ഒന്നും നോക്കേണ്ട സംഗതികളില്ല. അപ്പം നമുക്ക് ലഭ്യമായത് ശവായാലും അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അറുത്തതായാലും പന്നിമാംസമായാലും ഒഴുകുന്ന രക്തമായാലും ഭക്ഷിക്കാം. അത് ആ നിർബന്ധിതാവസ്ഥ തരുന്ന അനുമതിയാണ്. രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമ്മൾ ഫുഖഹാക്കൾ എടുക്കുന്നത്, അതായത് സാധാരണ അവസ്ഥയിൽ നിഷിദ്ധമായത് നിർബന്ധിതാവസ്ഥയിൽ അനുവദനീയമാകും, അനുവദനീയമായത് നിർബന്ധിതാവസ്ഥയിൽ ഉപേക്ഷിക്കുകയും ചെയ്യാം. അനുവദനീയമായൊരു കാര്യം ഉപേക്ഷിക്കൽ നിർബന്ധമാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉപേക്ഷിക്കാം. അതായത് ഇപ്പോൾ ഇറച്ചി കഴിക്കാൻ ഒരാൾക്ക് പാടില്ല, അയാൾക്ക് ഇറച്ചി ഉപേക്ഷിക്കാം. അത് ഇതിൻ്റെ നിയമങ്ങളാണ്. അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ളൊരു വിഭവം, നമുക്ക് അനുവദിച്ചൊരു വിഭവം അടിസ്ഥാനപരമായി തന്നെ തിന്മയോ അധാർമികമോ ദൈവപ്രീതിക്ക് വിരുദ്ധമോ ആയി കണക്കാക്കുന്നതും ആ വിഭവം ഉപേക്ഷിക്കുന്നതിലും അള്ളാഹുവിനെ ധിക്കരിക്കലാണ്. പറഞ്ഞു മനസ്സിലായി? അതായത് അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളൊരു വിഭവം, ഉദാഹരണം മാംസം, എന്തെങ്കിലും ഒരു മാംസം, ഒട്ടക മാംസമോ മാട് മാംസമോ, അത് അടിസ്ഥാനപരമായി തന്നെ തിന്മയോ അധാർമികമോ ദൈവപ്രീതിക്ക് വിരുദ്ധമോ ആയി കണക്കാക്കുന്നതും ആ വിഭവം ഉപേക്ഷിക്കുന്നതും അള്ളാഹുവിനെ ധിക്കരിക്കലാണ്. എന്തെങ്കിലും, അതായത് ഇപ്പോൾ പശുമാംസം, അതിപ്പോൾ നമുക്ക് വയറിന് പിടിക്കാണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്കോ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കഴിക്കണ്ട. അതുപോലെ തന്നെ പശുമാംസം പശുവിനെ ഇവിടെ അറുത്താൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാവുമെന്നാണെങ്കിൽ അത് നിർബന്ധിതാവസ്ഥയാണ്, നമ്മൾ അറുക്കണ്ട. പക്ഷേ പശുമാംസം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്നും അതിനെ അറുക്കാൻ പാടില്ല എന്നും അതിനെ തിന്നാൻ പാടില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടാണ് തിന്നുന്നതെങ്കിൽ അത് ശിർക്കും ധിക്കാരവുമാണ്. അത് ശിർക്കാണ്. അതായത് തീറ്റയിൽ ശിർക്കുണ്ട് എന്നാണ് ഈ പറയുന്നത്. വെറും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് നിർച്ചയം ചെത്താക്കുക മാത്രമല്ല ശിർക്ക്. അള്ളാഹു അനുവദിച്ചുള്ള ഒരു സാധനം അത് വേറെ എന്തിൻ്റെങ്കിലും പേരണയ്ക്ക് വഴങ്ങിയിട്ട് നമ്മൾ അത് പാടില്ല എന്ന് ധരിക്കുന്നത് ഷിർക്കാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ പല വിഭാഗങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആൻ നേരിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന വിവരങ്ങളാണ്. ഖുർആനും സുന്നത്തും അനുവദിച്ച കാര്യങ്ങളെ കേവലം നാട്ടുനടപ്പിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ പേരിൽ നിഷിദ്ധമാക്കാൻ പാടില്ല. അത് പണ്ഡിതന്മാർ ഇതിൽ നിന്നെടുത്ത ഒരു നിയമമാണ്. ഇപ്പോൾ ഉദാഹരണം, അള്ളാഹു അനുവദിച്ച ഇദ്ദയുണ്ട് നമുക്ക്, ഇല്ലേ? ഭർത്താവ് മരിച്ചാൽ 4 മാസം 10 ദിവസം, അല്ലേ? അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഇതൊരു കൊല്ല ആൾക്കാർ പെണ്ണുങ്ങൾ വീട്ടിയിരിക്കണം. കാരണം 4 മാസം 10 ദിവസം ഒന്നും പോരാ എന്നുള്ള ഒരു മുസ്ലിം മരിച്ചാൽ അവിടെ തഅസിയത്ത് എത്ര ദിവസം? 3. ഇപ്പോഴോ 7, 14, 40, ഇല്ലേ? ഇതൊക്കെ അള്ളാഹു അനുവദിച്ചതിൻ്റെ മുകളിൽ വേറെ നിയമങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ ശിർക്കും ധിക്കാരവുമാണെന്നാണ് ഈ അള്ളാഹു പറഞ്ഞു വരുന്നത്. ഒരു അറവിൻ്റെ കാര്യം മാത്രമല്ല, അതായത് ഇത് വളരെ വിപുലമായ ഒരു സംഗതിയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ശിർക്കും ധിക്കാരവുമുണ്ട്. അത് നമ്മളെ പഠിപ്പിക്കുക. അത് ഏറ്റവും പ്രാഥമികമായ തീറ്റയിൽ വരെയുണ്ട്. അതായത് അള്ളാഹുവിനെ അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സംഗതിയല്ല, അത് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലുമാണ്. ആ മേഖലകളിലൊക്കെ അള്ളാഹുവിൻ്റെ അനുവാദം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിരോധം, അതിനെ മറികടന്ന് വേറെ എന്തെങ്കിലും സാധനം, അത് പാരമ്പര്യമാണെങ്കിലും നാട്ടു നടപ്പാണെങ്കിലും ഇതിൻ്റെ ഇഷ്ടാണെങ്കിലും ഒക്കെ ഒരേ ഫലമാണ്. അത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഈ പറയുന്നത്. ഈ ആയത്തിൻ്റെയും സമാനമായ മറ്റ് ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ നിർബന്ധിതാവസ്ഥ നിഷിദ്ധങ്ങളെ അനുവദനീയമാക്കും. അതിന് വെറൂറാത്തു തബീഹുൽ മഹ്ദൂറാത്ത് എന്നാണ് പറയുന്നത്. അത് കർമ്മശാസ്ത്രത്തിലെ തത്വങ്ങളാണ്.
രണ്ടാമത്തെ ഒന്നൊരു വശം അൽ ലറൂറത്തു തഖദ്ദറു ബി ഖദ്രിഹാദാണ്. അതായത് നമ്മൾ ഈ നിർബന്ധിതാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഒരു കൃത്യമായ സംഗതിയുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത് ഗൈറ ബാഗിൻ വലാ ആദിൻ. അതായത് ഒരാൾക്ക് ഇപ്പോൾ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ആ നേരത്ത് മദ്യമേ കിട്ടിയുള്ളൂ എന്നൊക്കെ. ആ മദ്യം ആ ദാഹം ശമിക്കാവുന്ന അത്രയേ ഉപയോഗിക്കാവൂ. അതിൻ്റെ അപ്പുറം വരുമ്പോൾ അത് ധിക്കാരമായി മാറും. അതുമാതിരി ഒരു പക്ഷേ ഒരാൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഹറാമായ ഭക്ഷണം ഒരു പക്ഷേ വർഷങ്ങളോളം കഴിക്കേണ്ടി വന്നേക്കാം. പക്ഷെ ആ നിർബന്ധിതാവസ്ഥ തീർന്നോടുകൂടി ആ പരിപാടി അവസാനിക്കണം. അതായത് കുറേ കാലഞ്ഞ് കഴിച്ചതല്ലേ ഇനിയിപ്പോൾ നമുക്ക് ഹലാലാണ്. രണ്ട് സംഗതികളുണ്ട്. അതായത് ഒന്ന് നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്, ഒന്ന് നമ്മുടെ റൂഹുമായി ബന്ധപ്പെട്ടതാണ്. ശരീരവുമായി ബന്ധപ്പെട്ടതിന് ഭക്ഷണം ആവശ്യമാണ്, അതിനെ പരിഗണിക്കണം. അതേ സമയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈ വിലക്ക് എന്ന് പറയുന്നത് അത് റൂഹുമായി ബന്ധപ്പെട്ട, കാരണം അതിന് ഭക്ഷണം ആവശ്യമില്ല. ആ ഭാഗം അങ്ങനെ നിൽക്കും വേണം. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് നിൽക്കണം. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന സംഗതി. ഒരു ഭാഗം അതിനെ നിഷേധിക്കണം, ഒരു ഭാഗം അതിനെ അംഗീകരിക്കണം. കാരണം ഭക്ഷണമില്ലെങ്കിൽ ശരീരൻ്റെ പാട്ടി പോകും, ശരീരമില്ലെങ്കിൽ റൂഹിന് ഇതിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ റൂഹിനെ വേറെ പരിഗണിക്കണം, ശരീരത്തിനെ വേറെ പരിഗണിക്കണം. നമ്മളിതിനെ ശാരീരികം അല്ലെങ്കിൽ ആത്മീയം എന്നൊക്കെ നമ്മൾ അതിനെ ആത്മീയം എന്ന് പറയുന്ന സംഗതി അതാണ്. അതായത് ദീർഘകാലത്തെ ഉപയോഗം അതൊരു സാധാരണ അവസ്ഥയാവാൻ പാടില്ല. അത് എത്ര കാലം, അപ്പോൾ നമ്മൾ ഈ യുദ്ധ നമസ്കാരത്തിനെ കുറിച്ച് പറയുമ്പോഴും അത് തന്നെയാണ് പറയാം. യുദ്ധം ചിലപ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കും. ആ കാലങ്ങളിലൊക്കെ അവരുടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ സവിശേഷമായൊരു നമസ്കാരമാണ്. അതെങ്ങനെ പറ്റിയാച്ചാൽ അങ്ങനെയാണ്. പക്ഷേ യുദ്ധാവസ്ഥ കഴിഞ്ഞാൽ ഉടനെ മറ്റേ അവസ്ഥയിലേക്ക് തിരിഞ്ഞു വരണം. അത് തന്നെയാണ്, അതേ നിയമം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്ത് സംഘടിത നമസ്കാരങ്ങൾ എങ്ങനെയായിരുന്നു, ഹജ്ജ് എങ്ങനെയായിരുന്നു, ഇതേപോലെ തന്നെ ആ നിർബന്ധിതാവസ്ഥ പോയാൽ അത് സ്വാഭാവിക ലെവലിലേക്ക് വരണം. ഇത് തന്നെയാണ് തീറ്റയുടെ കാര്യത്തിലും ഇതിനുള്ളത്. എന്നാൽ ഇന്ന കസീറൻ അധിക ജനങ്ങളും യുദല്ലൂന അവർ പിഴപ്പിക്കുകയാണ്. അതായത് ഈ ഹറാമുകളെ ഹലാലാക്കിക്കൊണ്ടും ഹലാലുകളെ ഹറാമാക്കിക്കൊണ്ടും ബി അഹ്വാഇഹിം അവരുടെ ഇഷ്ടങ്ങൾ. അതായത് ഭരണകൂടത്തിൻ്റെ ഇഷ്ടങ്ങളുണ്ടാവും, നേതാക്കളുടെ ഇഷ്ടങ്ങളുണ്ടാവും, പൗരോഹിത്യത്തിൻ്റെ ഇഷ്ടങ്ങളുണ്ടാവും. കാരണം മനുഷ്യരെ എങ്ങനെയൊക്കെ അടിച്ചമർത്തി നിർത്താൻ പറ്റുമോ അതിനനുസരിച്ച് ഇതൊക്കെ അവർ മാറ്റി കൊണ്ടുവരും. വേണ്ടാത്തതൊക്കെ നമ്മളുടെ മേലിൽ തലയിൽ വെച്ച് പിടിപ്പിച്ചു തരും. അള്ളാഹുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ പുറത്ത് കടത്താൻ നോക്കും, എന്നിട്ട് അവരുടെ അടിമത്തത്തിലേക്ക് ആക്കാൻ നോക്കും. ഇതൊക്കെ ശൈത്താനും കൂടി ഏർപ്പെട്ടിട്ടുള്ള ഒരു പണിയാണ്. ബിഗൈരി അൽമിൻ, അതിന് പ്രമാണമുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെയോ റസൂലിൻ്റെയോ യുക്തിയുടെയോ ഒന്നും പ്രമാണമുണ്ടാവില്ല. കേവല തർക്കങ്ങളാണ് ഉണ്ടാവുക. ഇന്ന റബ്ബക്ക, നിശ്ചയമായും നിന്റെ റബ്ബ്, ഹുവ അഅലമു, അള്ളാഹു നന്നായി അറിയുന്നുണ്ട്, ബിൽ മുഅ്തദീൻ, ഈ അതിരുകളൊക്കെ അള്ളാഹു വെച്ച അതിരുകളൊക്കെ വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ അള്ളാഹു നന്നായി അറിയുന്നുണ്ട്. ഈ ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം. അതൊക്കെ വിശ്വാസികളോട് പറയുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. വിശ്വാസി ആ ബോധത്തിലായിരിക്കണം എപ്പോഴും എന്നുള്ളത്. വദറു, നിങ്ങൾ ഉപേക്ഷിക്കണം, ലാഹിറൽ ഇസ്മി, കുറ്റത്തിൻ്റെ ലാഹിർ, കുറ്റത്തിൻ്റെ പുറം, വബാത്തിനഹു, അതിൻ്റെ അകവും. അതായത് പല ആശയങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഇസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്മ, മ്ലേച്ഛം, പാപം എന്നൊക്കെ പറയുന്ന ആ സംഗതിയാണ്. പരസ്യമായ തിന്മയും രഹസ്യമായ തിന്മയും രണ്ടും. ഇപ്പോൾ വ്യഭിചാരം, മോഷണം പോലെ ഇത് രഹസ്യമായ തിന്മയാണ്. വ്യഭിചാരം, മോഷണം പോലതൊക്കെ ആൾക്കാർ രഹസ്യമായി ചെയ്യുന്ന തിന്മയാണ്. പരസ്യമായി ചെയ്യുന്നവരുണ്ട്. എന്നാൽ വിഗ്രഹാരാധന, കലാപം പോലെ അതൊക്കെ പരസ്യമാണ്. അക്രമങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ പരസ്യമായ തിന്മയാണ്. കർമ്മരൂപത്തിലുള്ള പാപങ്ങളുണ്ട്. കൊലപാതകം, മോഷണം, മദ്യപാനം, വ്യഭിചാരം, വിഗ്രഹാരാധന തുടങ്ങിയൊക്കെ കർമ്മപരമായതാണ്. എന്നാൽ ആന്തരിക തിന്മകളുണ്ട്. അസൂയ, വിദ്വേഷം, ആർത്തി, ലുപ്ത്, പരദൂഷണം, ഈ വകയൊക്കെ ആന്തരികമായ തിന്മകളാണ്. വേറൊന്ന് തിന്മകൾ, നമ്മൾ പ്രവർത്തിക്കുന്ന, നമ്മളല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തിന്മ.
ആ തിന്മയിലേക്ക് നമ്മളെ പ്രേരണ, ഒന്ന് പ്രവർത്തനമാണെങ്കിൽ ഒന്ന് അതിലേക്കുള്ള പ്രേരണയാണ്. നമ്മളൊരു തിന്മ ചെയ്യാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുകയും തീരുമാനിക്കുകയും ചെയ്താൽ പിന്നെന്താ എന്ന് വെച്ചാൽ ഈ പ്രേരണ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചടിച്ചു വന്നുകൊണ്ടിരിക്കും. അതൊരു പ്രതിഭാസമാണ്. നേരെ മറിച്ച് ഒരു തിന്മയിലേക്ക് നമ്മളെ ആകർഷിക്കുക എന്ന് പറയുന്നത് അത് സ്വാഭാവികമായൊരു സംഗതിയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നല്ലോ, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ എന്ന് പറയുന്നുണ്ടല്ലോ. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. കാരണം അത് അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി വെച്ചില്ല, ഇല്ലെങ്കിൽ പരീക്ഷണമൊന്നുമില്ല. പക്ഷെ അതിലേക്ക് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും നമ്മളെന്താ ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മളുടെ തഖ്വാബോധം നമ്മളെ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ നമ്മളുടെ ഒരു ഭാഗം ഇങ്ങോട്ട് നിൽക്കണം, ഒരു ഭാഗത്ത് നിന്ന് നമ്മളെ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വലിക്കുമ്പോൾ ഒരു ഭാഗം നമ്മളെ ആകാശത്തേക്ക് വലിക്കും. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതിനോട് കൂടെയാണ് നമ്മളുടെ മനസ്സ് നിൽക്കുന്നത്, നമ്മൾ തീരുമാനമെടുക്കുന്നത് ഏതിനോട് കൂടെയാണ്, അവിടേക്കാണ് അള്ളാഹു അവസരം ഉണ്ടാക്കുക. അത് വളരെ പ്രധാനമായൊരു സംഗതിയാണ്. അത് നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടത്. അതായത് ഉള്ളിലെ പ്രേരണ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ കൂടെ നമ്മളുടെ തഖ്വാബോധം നിൽക്കരുത്. തഖ്വാബോധം അതിനെ പിടിച്ച് മറ്റേ ഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോകണം. അങ്ങനെ ആകുമ്പോഴാണ് അള്ളാഹു അതിന് നമുക്ക് സൗകര്യം ചെയ്തു തരാം. നേരെ മറിച്ച് നമ്മളുടെ പ്രേരണയുടെ കൂടെ തന്നെ നിൽക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ ആ സൗകര്യങ്ങളും അള്ളാഹു ഏർപ്പെടുത്തി തരും. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. അപ്പം ആദം നബി, ഇബ്ലീസിന് ഉള്ളിൽ ഒരു പ്രേരണ ഉണ്ടാകുന്നു. ഇബ്ലീസ് അതുമായിട്ട് പോകുമ്പോൾ ആദമിനെ ഇറക്കിക്കൊണ്ട് അള്ളാഹു അത് അവസരം ഉണ്ടാക്കി കൊടുക്കും. അതായത് ഇപ്പം ഇബ്ലീസിൻ്റെ ഒരു വിഷയം അവിടുന്ന് തൊട്ടിട്ടേ ഈ വിഷയമുണ്ട്. ഈ മനസ്സിൻ്റെ വിഷയം, മനസ്സാണ് നമ്മളെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇബ്ലീസ് സ്വയം അങ്ങനെ തീരുമാനിച്ചത് കൊണ്ട് അള്ളാഹു ആ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അത് പ്രാക്ടീസ് ചെയ്യാൻ ഇബ്ലീസിന് അവസരമുണ്ടാവുകയും ചെയ്തു. അതേ സമയത്ത് ആദമിനും ഈ പ്രശ്നമുണ്ടായി. ആദം ആ വൃക്ഷത്തിനെ അതിൻ്റെ മുകളിൽ അന്വേഷിച്ച്, വാസ്തവത്തിൽ ആദം എന്തായിരുന്നു ചെയ്യുന്നത്? വലാ തഖ്റബാ ഹാദിഹി ഷജറ എന്നാണ്. ഈ വൃക്ഷത്തിനെ കൊള്ള നീ അടുക്കുകയേ ചെയ്തത്. അതിന് തിന്നരുത്, തൊടരുത് എന്നൊന്നല്ല, അടുക്കാനേ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആ വൃക്ഷം എന്താണെന്ന് അന്വേഷിക്കാൻ പോലും പാടില്ല എന്നാണ്. അതിനെക്കുറിച്ച് ഇബ്ലീസ് വന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ നിൽക്കാൻ പാടുണ്ടായിരുന്നില്ല. അപ്പം അത് കേട്ടപ്പോൾ ഇതിലേക്ക് ആകൃഷ്ടനായി. അതായത് ഇബ്ലീസിനെ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു ആദമിനെയും പരീക്ഷിക്കണം. അതായത് നമ്മുടെ മനസ്സ് എന്തൊന്നിലാണോ ഏർപ്പെടുന്നത്, എന്തൊന്നാണോ തീരുമാനിക്കുന്നത്, ആ സംഗതിയിലേക്ക് അള്ളാഹു സൗകര്യപ്പെടുത്തി തരും. അതാണ് ഫസനു യസ്സിറുഹു ലിൽ യുസ്റ ഫസനു യസ്സിറുഹു ലിൽ ഉസ്റ എന്ന് പറയുന്നത്. അത് ശരിക്കും എല്ലാ മനുഷ്യന്മാരും നമ്മളൊക്കെയും പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രേരണ എന്ന് പറയുന്നത് മനുഷ്യനിൽ അള്ളാഹു വെച്ചിട്ടുള്ളതാണ്. അതിനെ മറികടക്കാനുള്ള ശേഷിയും അതോടുകൂടി വെച്ചിട്ടുണ്ട്. അതാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്നൊക്കെ പറയുന്ന ആ ആയത്തുകളുടെ ആശയം. അത് തന്നെയാണ്. അതൊക്കെ കൂടിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ വാഹിറൽ ഇസ്മും ബാത്തിനും, കുറ്റത്തിലേക്ക് നയിക്കുന്നതും കുറ്റവും പുറം കുറ്റം അകം കുറ്റം എല്ലാ നിലക്കുമുള്ള ആശയങ്ങൾ. ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ, ഈ കുറ്റത്തെ സമ്പാദിക്കുന്നവർ, തീർച്ചയായും ഈ കുറ്റത്തെ സമ്പാദിക്കുന്നവർ, സയുജ്സൗന, അവർ പ്രതിഫലം നൽകപ്പെടും, ബിമാ കാനു യക്തരിഫൂൻ, അവർ ആ കുറ്റകൃത്യത്തോട് പ്രതിബദ്ധതയുള്ളവരായതുകൊണ്ടാണ്. കണ്ട, അതാണ് ഇഖ്തറഫ. അതിനോട് അവർ പ്രതിബദ്ധത കാണിച്ചു, അതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കണമെന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതിഫലം നൽകപ്പെടും. ഇവിടെ രണ്ടാലൊരു പ്രതിഫലം നേടാതെ ഈ ഭൂമിയിൽ നിന്ന് ഒരാൾക്കും പോകാൻ പറ്റില്ല. നെഗറ്റീവോ പോസിറ്റീവോ ആയ സംഗതി കൊണ്ടല്ലാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്തില്ല എന്ന് വെച്ചിട്ട് വേറൊരു കാര്യം ഉണ്ടാവാതിരിക്കുന്നില്ല. രണ്ടാലൊന്ന് അനിവാര്യമായിട്ടും നമ്മുടെ പെരടിയിൽ പിടിപ്പിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ സൂറത്തുൽ അസ്ർ വൽ അസ്ർ എന്ന് പറയുന്നത്. ആ സംഗതി നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രതിഫലം നൽകപ്പെടും എന്നുള്ളൊരു ബോധം, നമ്മൾ ഈ ജീവിക്കുന്ന ഈ ജീവിതത്തിലെ ഓരോ സെക്കൻഡും നമ്മൾ സമ്പാദിച്ചു കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോവുക എന്നുള്ള ആ ബോധം നമ്മളിൽ ശരിക്കും ഉണ്ടാവണം. വലാ തഅ്കുലു, അതുകൊണ്ട് നിങ്ങൾ തിന്നരുത്.
നിങ്ങൾ തിന്നരുത് മിമ്മ ലം യുദ്കരിസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റേതല്ലാത്ത വേറെ ആരുടെയെങ്കിലും നാമം ഉച്ചരിച്ചത് നിങ്ങൾ തിന്നാൻ പാടില്ല. അതായത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാത്തത് നിങ്ങൾ തിന്നാൻ പാടില്ല. വ ഇന്നഹൂല ഫിസ്കു, നിശ്ചയമായും അത് അധർമ്മമാണ്. അതായത് ഫുഖഹാക്കളൊക്കെ പല ആശയങ്ങളും പല സംഗതികളും ഇതിൽ നിന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മാലിക്കികൾ, ഹംബലികൾ, അവരുടെയൊക്കെ മദ്ഹബ് അനുസരിച്ച് ഈ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാതെ അറുത്തത്, അത് മറന്നിട്ടാണെങ്കിലും മനഃപൂർവ്വമാണെങ്കിലും ഏത് നിലക്കാണെങ്കിലും അങ്ങനെ തിന്നാൻ പാടില്ല, അവരുടെ അടുത്ത് തിന്നാൻ പാടില്ല. ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായത്തിൽ ഇത് മറന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല, മനഃപൂർവ്വമാണെങ്കിൽ തിന്നാൻ പാടില്ല. അതായത് ഇപ്പോൾ ഒരാൾ പൊട്ടനാണ്, അല്ല സംസാരിക്കാൻ വയ്യ, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടം, അതായത് അള്ളാഹുവിൻ്റെ നാമം അനുസരിച്ചൊന്നും അറക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിലൊക്കെ എനിക്ക് ഇപ്പോൾ സംഘപരിവാർ ഇങ്ങനെ കോഴിപ്പീടിയിൽ ഇങ്ങനെ നിരന്ന് നിന്നിട്ട് ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ? അപ്പോൾ അത് നിർബന്ധിതാവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണെച്ചെങ്കിൽ തിന്നാമെന്നാണ് ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം. എന്നാൽ ഷാഫിഈ മദ്ഹബിൽ ഡിഫറൻ്റാണ്. ഷാഫി മദ്ഹബിൽ ഒരാളിനിപ്പോൾ മറന്നിട്ടാണെങ്കിലും മനഃപൂർവ്വമാണെങ്കിലും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചില്ലെങ്കിൽ അത് തിന്നാം. അറുത്തത് മുസ്ലിമായാൽ മതി, അറുത്തത് മുസ്ലിമായ. ഇതൊന്നും വെറുതെ അവർ ഒരു ഊഹം വെച്ച് കാച്ചണമെന്നല്ല കേട്ടോ, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവർ അതിൻ്റേതായ അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം എന്ന് അവർ പറയുന്നത് എന്താ ചോദിച്ചാൽ, സൂറത്ത് മാഇദയിൽ ഇല്ലാ മാ ദക്കൈത്തു എന്ന് പറയുന്നത്, നിങ്ങൾ അറുത്തതൊഴികെ. അതായത് നിങ്ങൾ അറുക്കുക, മുസ്ലിമായ ഒരാൾ അറുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും അള്ളാഹുടെ അല്ലാത്തൊരു പേര് അയാളുടെ ഉള്ളിലുണ്ടാവില്ലോന്നാണ്. ഏതെങ്കിലും ഒരു പേര് അള്ളാഹുടെ ഉള്ളിലുള്ള ഒരാളായിരിക്കുമല്ലോ മുസ്ലിം. അയാളിനിപ്പോൾ പുറത്തേക്കത് പറഞ്ഞില്ലെങ്കിലും അയാളുടെ ഉള്ളിൽ അത് ഉണ്ടാവും. അതാണ് അവരുടെ ഒരു സംഗതി. അപ്പോൾ അങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. ഇവിടെ ദൈവനാമം ഉച്ചരിക്കപ്പെടാത്ത മാംസം കഴിക്കരുത് എന്ന് പറഞ്ഞതിനർത്ഥം അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് കഴിക്കരുത് എന്നാണ് അവരുടെ വിവക്ഷ. അതാണ്, അള്ളാഹു അല്ലാത്ത വേറെ ആരുടെയും നാമം അതിൽ ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ പാടില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. ഇനി വേറെ വരാൻ പോകുന്ന ആയത്തിലും അതിൻ്റെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അഭിപ്രായങ്ങൾ അങ്ങനെ പലതും ഉണ്ടെങ്കിലോ അതിൻ്റെ സൂക്ഷ്മത എന്ന് പറയുന്നൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അറുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കോഴിപ്പീടിയെ പോകുമ്പോൾ 2 റുപ്യ വിലക്കുറവ് എവിടെ നോക്കുക, പോത്ത് എവിടെ വലിപ്പം കൂടുക നോക്കുക. അതിനേക്കാളൊക്കെ പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അള്ളാഹുടെ നാമം ഉച്ചരിച്ച് അറുക്കണവരാണ് എന്നുള്ളത് നോക്കണം. നമ്മൾ ഈ ഫ്രീക്കന്മാർ ചെക്കന്മാരൊക്കെ ഈ കോഴിപ്പീടിയിൽ ഇത് മുറിച്ചിടുമ്പോൾ ഇത് വിസ്മി ചെല്ലുന്നുണ്ടോ, അള്ളാഹുടെ നാമം അനുസരിച്ച് ഉച്ചരിച്ച് അറക്കുന്നവരാണോ എന്ന് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. വെറുതെ നമ്മൾ ഈ വിലക്കുറവും പോത്തിൻ്റെ വലിപ്പവും അത് മാത്രം നോക്കിയാൽ പോരാ, അത് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. കാരണം നമ്മൾ ദൈനംദിനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. മുസ്ലിമീങ്ങൾ അങ്ങനത്തോടത്തുനിന്ന് മേടിക്കുള്ളൂ എന്ന് ചോദിച്ചാൽ സാധാരണ കച്ചവടക്കാർ അങ്ങനെയുള്ള ഒരാളുകളെ നിർത്താൻ നിർബന്ധിതരാകും. നിർബന്ധിതരാകും. കാരണം നമുക്കങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരുടെ പ്രശ്നം കച്ചവടമാണ്. അപ്പോൾ അതിന് പറ്റിയ ആളുകളെ തന്നെ അവർ നിർത്തും. എല്ലാവരും വിളിച്ചിട്ട് നിർത്തില്ല. ഈ മയക്കുമരുന്ന് അടിക്കണോനെയും കള്ളുപിടിച്ച് നടക്കണോനെയും ഒന്നും കോയിനെ മുറിക്കാൻ വേണ്ടിയിട്ട് നിർത്തില്ല. ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട് ഇല്ലേ, ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ശ്രദ്ധയിൽ വേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ മദ്ഹബുകളുടെ ഒക്കെ അഭിപ്രായം എന്ന് പറയുന്നത് നമുക്ക് വലിയ ആശ്വാസമാണ്. അതായത് പല അവസ്ഥകളിലും നമ്മൾ ചെന്നുപെടുമ്പോൾ നമുക്ക് ഈ മദ്ഹബുകളുടെ അഭിപ്രായങ്ങളൊക്കെ വലിയ ആശ്വാസങ്ങളും നൽകും. അതേ സമയത്ത് നമ്മൾ സൂക്ഷ്മത നമ്മൾ കൈവിടാനും പാടില്ല. ഇനി ഈ പുണ്യാത്മാക്കളുടെ ആ പേരിൽ നേർച്ചയാക്കിയ സംഭവങ്ങളുണ്ട്. അങ്ങനത്തെ സംഭവം അതിനെക്കുറിച്ച് 2 അഭിപ്രായമുണ്ട്. ഒരഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് അള്ളാഹു അല്ലാത്ത ആരുടെ പേരിലും നേർച്ചയാക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല, അത് ഹറാമാണ്. അള്ളാഹു അല്ലാത്ത ആരുടെ പേരിലും നേർച്ചയാക്കാൻ പാടില്ല. ഇനി അങ്ങനെ നേർച്ചയാക്കിയാൽ അതിനെ അറുത്താൽ ആ മാംസം ഭക്ഷിക്കാനും പാടില്ല, ഒരഭിപ്രായമാണ്. രണ്ടാമതൊരഭിപ്രായം, ഇനി നേർച്ചയാക്കലൊക്കെ ഹറാമാണ്, അത് വിഷയം വേറെയാണ്, അള്ളാഹുവിൻ്റെ പേരിലാണ് അറുത്തത് എങ്കിൽ ഭക്ഷിക്കാം എന്നാണ് ഒരഭിപ്രായം. ഇനി നേർച്ചയാക്കിയതും അറുത്തതും ഒക്കെ അയാളുടെ പേരിൽ തന്നെയാണ് വെച്ചെങ്കിൽ യാതൊരു നിലക്കും അവൾക്ക് തൊടാനേ പാടില്ല.
അങ്ങനെയാണ് അതിൻ്റെ. എന്നാലും അതിൻ്റെ പ്രബലമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അങ്ങനെ നേർച്ചയാക്കിയത്. കാരണം ഈ ദുഃഖിറസ്മുള്ള എന്ന് പറയുന്നത് വെറും അറുക്കുക എന്നുള്ള വാക്കല്ല. അറുക്കുക എന്നുള്ള വാക്കിന് വേറെ വാക്കുണ്ട്, ദബഹ ഒക്കെ ഉണ്ട്, ദബി അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ദുഃഖിറസ്മുള്ള എന്ന് പറയുമ്പോൾ അതിന് വ്യാപകമായൊരു സംഗതി ഉണ്ട്. ഒന്ന്, അത് അള്ളാഹുവിൻ്റെ പേരില്ലാത്ത പേരിൽ അറിയപ്പെട്ടതാണ്. മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ കോഴി അല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ആട്, അത് പരസ്യമായതാണ്, അതിന് അങ്ങനെയാണ് അറിയപ്പെടുക. അപ്പോൾ ഈ ദുഃഖിറ എന്ന് പറയുമ്പോൾ ഈ അറുക്കുക എന്നതിനേക്കാൾ അപ്പുറം ഇതുണ്ട്. അതുമാതിരി ഖുർആൻ ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് ഉഹില്ല ലി ഗൈരില്ല. അതായത് അള്ളാഹു അല്ലാത്തതിൻ്റെ മേലിൽ ശബ്ദമുയർത്തി എന്നാണ്. അത് വെറും ഈ അറുക്കുന്ന നേരത്ത് പറയുന്ന ബിസ്മില്ല എന്നുള്ളതിൻ്റെ മാത്രം ഉള്ളതല്ല, അതിനേക്കാൾ അപ്പുറം ആശയമുണ്ട്. അള്ളാഹു അല്ലാത്തതിൻ്റെ പേരിൽ പ്രസിദ്ധമായൊരു സംഗതി, അതിനെ നിങ്ങൾ അങ്ങനെ അറുത്ത് തിന്നാൻ പാടില്ല എന്ന് തന്നെ, അത് നിങ്ങൾക്ക് വേണ്ടാന്ന്, അതാണ് ഈ പറയുന്നത്. അപ്പോൾ അത് ആ വാക്കുകൾക്ക് തന്നെയും അങ്ങനെ ചില ധ്വനികൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തതിൽ നിന്നൊക്കെ നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി വിട്ടു നിൽക്കുകയാണ് നല്ലത്. ഇന്നഹു ലഫിസ്കും, അത് അങ്ങനെ കഴിക്കൽ നിശ്ചയമായും അത് അധർമ്മമാണ്. എന്നാൽ ഇന്ന ഷയാത്തീന ഷൈത്താന്മാരിലെ യൂഹൂന ഇല ഔലിയാഇഹിം ലിയുജാദിലൂക്കും, അവരുടെ ഔലിയായിലേക്ക് അവർ തമ്മിൽ ചില കണക്ഷനുകളുണ്ട്, അവർ ചില സംഗതികൾ ഇട്ടുകൊടുക്കുന്നുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങളോട് തർക്കിക്കാനാണ്. ആ തർക്കമാണ് നമ്മൾ പറഞ്ഞല്ലോ, ശവം അള്ളാഹു അറുക്കുന്നതാണ്, മറ്റത് നിങ്ങൾ അറുക്കണാണ്, നിങ്ങൾ അറുത്തത് തിന്നാന്ന്, അള്ളാഹു അറുത്തത് തിന്നുകൂടാന്ന് പറയുന്ന ഒരു ന്യായ. ഇനി നമ്മളുടെ ഈ വീഗന്മാർ എന്നൊക്കെ പറയുന്നവരുടെ ചില ന്യായങ്ങളുണ്ട്. വീഗൻസ് എന്ന് പറയുമ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ അറുക്കുന്നത് ക്രൂരതയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതും ഒരു ന്യായ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെപ്പോലെ ജീവൻ, രക്തം, മാംസം, വേദന, ഈ വക സംഗതികളെ ഒക്കെയുള്ള ഒരു സംഗതിയെ നമ്മൾ എങ്ങനെ അറുക്കുന്നു? അപ്പം നമ്മൾ പരസ്പരമാണെങ്കിൽ അറുക്കുകയാണെങ്കിൽ അതിനെന്താ നമ്മൾ പറയാം, ക്രൂരത എന്നല്ലേ. ഇതേ സംഗതി എന്താണ് ഇവർക്ക് ബാധകമാകാത്തത്? അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ ആ യുക്തി വെച്ചിട്ടാണ് അവർ ഇത് ക്രൂരതയാണെന്ന് പറയാം. അവിടെ നമ്മൾ ശരിക്കും ഈ അറിവിൻ്റെ എന്താണ് ഈ അറിവ്, നമുക്ക് ഈ അറിവ് ഹലാലായത്, നമുക്കെങ്ങനെ ഈ രക്തമൊഴുക്കലും ഈ തീറ്റയൊക്കെ ഹലാലായത്? അള്ളാഹുവിനെ നമ്മൾ റബ്ബും ഇലാഹും മലിക്കുമൊക്കെ ആയിട്ട് അംഗീകരിക്കുന്നു നമ്മൾ. അതാണ് നമ്മളുടെ വിശ്വാസം. അതാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് എന്താ വെച്ചാൽ, ഖലഖലക്കും മാഫിൽ അർളി ജമിഅൻ, ഭൂമിയിലുള്ള സകലതും നിങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളോട് ഒരു സംഗതി നീ കഴിച്ചോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കൊരു യുക്തിയിലേക്ക് നമ്മൾ പോവില്ല, നമ്മൾ പോണ്ട. അപ്പം പന്നിമാംസം നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ യുക്തി അന്വേഷിച്ചു പോണ്ട. രക്തം നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യുക്തിയുടെ മുകളിലല്ല നമ്മൾ അത് കഴിക്കാതിരിക്കുന്നത്. നമ്മൾ കഴിക്കാതിരിക്കുന്നത് അള്ളാഹു വിലക്കി എന്നൊരൊറ്റ പോയിന്റിലാണ്. നമ്മളുടെ യുക്തിയും സംഗതിയും സയൻസും ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ, അത് ഇന്നത്തെ അന്ധവിശ്വാസം നാളത്തെ സയൻസാവും, ഇന്നത്തെ സയൻസ് നാളത്തെ അന്ധവിശ്വാസവും. കാരണം അത് മാറി വരും. അത് നമ്മൾ ആർജിക്കുന്ന അറിവിനനുസരിച്ചാണ് അതിങ്ങനെ നിലനിന്ന് പോവുക. അത് മാറുന്നതിനനുസരിച്ച് അത് മാറിപ്പോകും. നമ്മളുടെ വിഷയം ഈ സയൻസോ യുക്തിയോ ഒന്നുമല്ല. അള്ളാഹു വിലക്കിയോ അത് നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടോ നമുക്ക് പിന്നെ അത് വിലക്കാണ്. അപ്പോൾ പന്നിമാംസം കഴിച്ചാൽ നാളെ ഇനിയിപ്പോൾ ക്യാൻസറിന് ആശ്വാസം ഉണ്ടാവുമെന്ന് ചോദിച്ചാലും നമ്മൾ കഴിക്കാൻ പോകുന്നില്ല. അതാണ് നമ്മളുടെ സംഗതി. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളോടൊരു സംഗതി നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ക്രൂരത, വേറൊരു ദയ, ഇതൊന്നും നമ്മൾ കൊണ്ട് വെക്കേണ്ട കാര്യമില്ല. അതിൽ അള്ളാഹു എന്തൊക്കെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ അത് മാത്രമേ നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ. വാസ്തവത്തിൽ അള്ളാഹുവിലും ഈ സംഗതികളിലൊന്നും വിശ്വാസമില്ലാത്തവർ ഈ സാധനം കഴിക്കാൻ പാടില്ല. അത് വീഗന്മാർ പറയുന്നത് പോലെ തന്നെയാണ്. ഇത് അള്ളാഹുവിൻ്റെ അനുവാദമുള്ളവർക്ക് മാത്രമാണ് ഇതൊക്കെ അനുവദനീയം. അതാണ് അതിൽ പറയുന്നത്. ഈ യുക്തിയൊക്കെ വെച്ചിട്ടാണ് അവർ നിങ്ങളോട് തർക്കിക്കുക.
അപ്പം എന്താ വെച്ചാൽ നമ്മൾ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ മർമ്മത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഇവരുടെ ഈ തർക്കത്തിലേക്ക് നമ്മൾ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ശൈത്താന്മാർ അവർ പരസ്പരം പല തന്ത്രങ്ങളും വെച്ചിട്ട് ഈ മനുഷ്യരിലേക്ക് ഈ വക സംഗതികൾ ഇട്ടുകൊടുക്കുകയും അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കുകയും അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കുകയും ചെയ്യും. അപ്പോൾ മക്കളെ കല്യാണം കഴിക്കൽ ഹറാമാണെന്ന് അള്ള പറയും. നമ്മുടെ മക്കൾ, നമ്മൾ വളർത്തിയ മക്കളെ നമുക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് ഹിപ്പികൾ പറയും. ഇതൊരു യുക്തിയാണ് അല്ലേ? ഈ ദീൻ ശരിക്ക് ഉള്ളിലേക്ക് ഇറങ്ങാത്ത ആളുകൾക്ക് അതൊരു യുക്തിയല്ലേ തോന്നും. അതൊരു യുക്തിയല്ലേ തോന്നും. എൻ്റെ മകള്, ഞാൻ പോറ്റി വളർത്തി എൻ്റെ മകള് സുന്ദരീനെ ഞാൻ ഇതിനെ വെറുതെ ഒരാൾക്ക് വേറെ ആൾ കൊടുക്കണം. ഇതാണ് ഇത്. ഇവിടെ മാത്രമല്ല, എല്ലാ സംഗതികളിലെയും ഈ ശൈത്താന്മാർ ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടാകും. ഇത് പെട്ടെന്ന് ജനങ്ങളിലേക്ക് പകരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അടിസ്ഥാനം പോയിട്ടുണ്ടാവും, അടിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ എന്തുമല നിൽക്കുക? നമ്മൾ ഈ ആളുകൾ ലിബറലാകുന്നു, കുട്ടികൾ അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികൾക്ക് നിൽക്കാനൊരു തറജാതി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെറുതെ മദ്രസയിൽ നിന്ന് തറ പഠിപ്പിച്ചുകൊണ്ടൊന്നും ഈ തറ കിട്ടില്ല. അതൊക്കെ വെറും കേവലം അക്ഷരം വായിക്കാനൊക്കെ ചിലപ്പോൾ മനസ്സിലാവുന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വിശ്വാസത്തിനെ സ്വാധീനിക്കുന്ന പോലത്തെ ഒരു വിദ്യാഭ്യാസമൊന്നും അവിടെ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നിടത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ നമ്മൾ വേറെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. വഇൻ അത്വഅ്തുമൂഹും, അവരെ എങ്ങാനും നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, ആ യുക്തിയുടെ പുറകിലൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾ പേരൊക്കെ മുസ്ലിം അതുമൊക്കെ ആവും, തലകെട്ടും തൊപ്പിയും താടിയും ഒക്കെ ഉണ്ടാവും. ഇന്നക്കുമില്ല മുശ്രിക്കും, നിശ്ചയമായി നിങ്ങൾ മുശ്രിക്കുകളാണ്. അപ്പോൾ മുശ്രിക്കാകാൻ എന്ന് പറയുമ്പോൾ ഈ മൊഹീദ്ദീൻ ശൈഖെ കാക്കണേ അങ്ങനെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ഈ തീറ്റയിൽ അള്ളാഹു വെച്ച, അല്ലെങ്കിൽ ഈ ദീനിൻ്റെ ഏതെങ്കിലും നടപടിക്രമങ്ങളിൽ അള്ളാഹു വെച്ചതിനെ എടുത്തങ്ങോട്ട് ഹലാലാക്കിയാൽ മതി. അത് മുശ്രിക്കാകാൻ അത് മതി എന്ന് പറയുന്നു. ഇനി നമ്മളോട് ചോദിക്കുക, അവമൻ ഖാന മൈത്തൻ, ഒരാൾ, ഇതിവിടെ മൈത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ശവം എന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത്, വേറെ ഒരു ആന്തരികമായ അർത്ഥത്തിലാണ്. കാരണം ഈ കുറ്റത്തിൻ്റെ ഇസ്മിൻ്റെ ബാത്തിനി എന്നൊക്കെ പറയുന്നത് പോലെ ഇത് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ശരിക്ക് ദീനിലുള്ള ഒരാൾക്ക് വാസ്തവത്തിൽ ഈ പറയുന്നത് എന്താണെന്ന് ശരിക്കും മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ദീൻ കൊണ്ട് നടക്കുന്ന, ജീവിതത്തിൽ ദീന് കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതല്ലാത്ത ഒരാൾക്ക് നമുക്കിത് മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്നില്ല. അതായത് ജീവിതമില്ലാത്ത, ദീനിയായ അള്ളാഹുവിൻ്റെ മാർഗമനുസരിച്ചുള്ള ഒരു ജീവിതമില്ലാത്തവനെയാണ് ഇവിടെ ഈ മൈത്ത് എന്ന് പറയുന്നത്, മരിച്ചവൻ അല്ലെങ്കിൽ ശവം. എന്നിട്ട് അങ്ങനെ ജീവിതമില്ലാത്ത, അപ്പം നമ്മളിങ്ങനെ ഉദാഹരണത്തിന് പറയാം, മക്ക മുശ്രിക്കുകൾ, മക്കയിലാണല്ലോ അത് അവതരിക്കുന്നത്. മക്ക മുശ്രിക്കുകൾ ഈ ജീവിതമില്ലാത്ത ആളുകളായിരുന്നു, അതായത് ഈ ശവങ്ങളായിരുന്നു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്ന് നമ്മൾ പറയണോ? ആ അവസ്ഥയിലുള്ള ആളുകളായിരുന്നു ഈ മക്ക മുശ്രിക്കുകൾ. അങ്ങനെ ഫഅഹയ്യനാഹു, അവർക്ക് നാം ജീവിതം നൽകി. വജഅൽനാ ലഹു നൂറൻ, അവർക്ക് നാം ഒരു പ്രകാശത്തെ ഏർപ്പെടുത്തി കൊടുത്തു. അതായത് അള്ളാഹുവിൻ്റെ റസൂല് വഴി അവർക്ക് ഹിദായത്ത് കൊടുത്തു. യംശി ബിഹി, അതുകൊണ്ട് അവൻ നടക്കുന്നു, ഫിന്നാസി, ജനങ്ങളിൽ നടക്കുന്നു. അതായത് ഈ റസൂല് വരികയും ഈ റസൂലിൽ നിന്ന് ഈ ഹിദായത്ത് ഏറ്റുവാങ്ങി അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉമർ ഇബ്നു ഖത്താബിനെ പോലെ, ഖദീജയെ പോലെ, ഉസ്മാനെ പോലെ, അലിയെ പോലെ ഇതൊക്കെ ഏറ്റുവാങ്ങി ആളുകൾ ഈ ജനങ്ങളിൽ നടക്കുന്നു. അതേസമയം അപ്പുറത്ത് ഈ സംഗതിയൊക്കെ, ഈ നൂറും സംഗതിയൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ ഇത് ഏശാത്ത ആളുകളും നടക്കുന്നു. ഇവർ രണ്ടും ഒരുപോലെയാവുമോ എന്നാണ് ചോദിക്കുന്നത്. അത് അവർക്ക് മാത്രമല്ല ബാധകം, ഈ അള്ളാഹുവിൻ്റെ ഈ ഖുർആനും ഈ റസൂലിൻ്റെ ചര്യൊക്കെ മനസ്സിൽ ഏറ്റുവാങ്ങി അതനുസരിച്ച് ഞാനിനി ജീവിക്കൂ എന്ന് തീരുമാനമെടുത്ത് നടക്കുന്ന ഒരാളും അതൊന്നും ഏശാത്തൊരാളും വളരെ വ്യത്യാസമുണ്ട്. അത് അങ്ങനെ അനുഭവിക്കുന്ന ഒരാൾക്ക് അത് വേഗം മനസ്സിലാവും. കാരണം അയാളുടെ മുന്നിൽ അയാളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരവസ്ഥയെ ഉണ്ടാവില്ല. ഏതൊരവസ്ഥ വന്നാലും എത്ര പ്രയാസകരമായ ഒരവസ്ഥ വന്നാലും അയാളെ ആകെ തകിടം മറിക്കുന്ന ഒരവസ്ഥയൊന്നും വരാൻ പോകുന്നില്ല. ഏതൊരു കാര്യത്തിനും അയാൾക്ക് അള്ളാഹുവിൻ്റെ ഈ ദീനനുസരിച്ചുള്ളൊരു വിശദീകരണവും ഒരു മനസ്സമാധാനവും അയാൾക്കുണ്ടാവും. അത് അയാളുടെ ജീവൻ പോകുമ്പോഴും ഉണ്ടാവും.
അത് ശരിക്കും മുസ്ലിമാണെങ്കിൽ ഏതൊരു മുസ്ലിമും അതനുഭവിക്കും. അതല്ലാത്തവൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ മനസ്സ് എപ്പോഴും കലുഷമായിരിക്കും. അയാൾക്കൊരു സമാധാനം എന്ന് പറയുന്നത് എവിടെയും കണ്ടെത്താൻ പറ്റില്ല. ആ വിഷയത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. കമൻ മസലുഹു ഫിൽ ദുലുമാത്തി ലൈസ ബിഖാരിജി മിൻഹാ. അയാൾ അന്ധകാരങ്ങളിൽ അങ്ങനെ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയാതെ, പുറത്ത് കടക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ടാവും, അയാളുടെ പ്രയാസത്തിൽ നിന്നൊക്കെ മോചനം നേടാൻ. പക്ഷെ അയാൾ എന്തുണ്ടാവുക എന്ന് ചോദിച്ചാൽ ഒരു ഇരുട്ടിൽ നിന്ന് മറ്റൊരു ഇരുട്ടിലേക്ക് പോവാണ്. അതാണ് അവിടെ ദുലുമാത്ത് എന്ന് പറയുന്നത്. അയാൾ ഉള്ളത് ഒരു ദുലുമത്തിലാണ്, ഒരു ഇരുട്ടിലാണ്. പക്ഷെ അയാൾ കാണുന്ന പരിഹാരം വേറൊരു ഇരുട്ടാണ്. ഇതിങ്ങനെ പോവുക. അതായത് ദുൽമാത്തുകളിൽ ഇങ്ങനെ അകപ്പെട്ടുകൊണ്ടേയിരിക്കുക. അയാളുടെ പരിഹാരവും ദുൽമാത്താവും ഇരുട്ടാകും, അയാളുടെ നിലവിലെ അവസ്ഥയും ഇരുട്ടാവും. എന്നാൽ വിശ്വാസി എന്ന് പറയുന്നത് അയാളുടെ ഏത് പ്രതിസന്ധിയും അയാൾക്ക് പ്രകാശമാകും. അതൊരു സംഗതിയാണ്, അത് ശരിക്കും അനുഭവിക്കാൻ കഴിയുന്നൊരു സംഗതിയാണ്. നമ്മൾ ആ റൂട്ടിൽ നമ്മൾ തീരുമാനമെടുത്ത് നമ്മൾ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറായാൽ അത് അങ്ങനെയാണ് ഉണ്ടാവുക. അയാൾ ഒരിക്കലും ഒരു അന്ധകാരം എന്ന് പറഞ്ഞാൽ ഒന്നും കാണാത്തൊരു പ്രതിസന്ധിയിൽ അയാൾ ഒരിക്കലും പോയി പെട്ടില്ല. അയാൾക്ക് അള്ളാഹു അവിടെ ഒരു പരിഹാരം, അയാളുടെ മനസ്സിനെ ശാന്തമാക്കുന്നൊരു സംഗതി വെച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയാം കദാലിക, അപ്രകാരമാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണെന്ന് ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്താ വെച്ചാൽ ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ എന്നാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ സാധനത്തിലും അതിൻ്റേതായ ആസ്വാദനങ്ങളുണ്ട്. അത് അള്ളാഹു വെച്ചിട്ടുള്ളതാണ്. എന്തിനാന്ന് ചോദിച്ചാൽ ആ ആസ്വാദനത്തിൻ്റെ പുറകെയാണോ പോവുക, അതല്ല അള്ളാഹുവിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആസ്വാദനങ്ങളൊന്നും ഇല്ലാച്ചെങ്കിൽ ആരും അങ്ങോട്ട് പോകാൻ പോണില്ല. പരീക്ഷിക്കപ്പെടണമെങ്കിൽ മനുഷ്യരെ പരീക്ഷിക്കണമെങ്കിൽ ഈ പരീക്ഷിക്കാൻ പറ്റിയ സാധനങ്ങൾ അപ്പുറത്ത് വേണ്ടേ? അത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. അതുകൊണ്ട് സുയ്യിനലിൽ കാഫിരീന, കാഫിരീങ്ങൾക്ക് അതൊക്കെ ആസ്വാദ്യകരമാക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താ ചോദിച്ചാൽ നേരത്തെ അവൻ തിരഞ്ഞെടുത്ത, അവൻ ചൂസ് ചെയ്ത ആ സംഗതിക്കനുസരിച്ചാണ് അത് വരിക. അവൻ കുഫർ ചൂസ് ചെയ്തു, അള്ളാഹുവിനെ ധിക്കരിക്കുക എന്ന് പറയുന്നത് തിരഞ്ഞെടുത്തു, ആസ്വാദനത്തെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഇനി അവൻ ചെയ്യുന്നതൊക്കെ അവൻ ആസ്വദിപ്പിക്കും. അത് വേറൊരു സംഗതി. മനസ്സമാധാനം വേറൊന്നാണ്, ആസ്വാദിപ്പിക്കൽ വേറൊന്നാണ്. ഒന്ന് സലാമാണ്. അത് കേവലം നമ്മൾ പറയുന്നൊരു സമാധാനമൊന്നുമല്ല, അതൊരു സെറ്റാക്കലാണ്. അതൊക്കെ ശരിക്കും എല്ലാ കാര്യങ്ങളിലും കാണാം. അപ്പം നമ്മളൊരു സിനിമ കാണുന്നില്ല, വാസ്തവത്തിൽ ഒരു പ്രശ്നമൊക്കെ പറയുന്നൊരു സിനിമ കണ്ടാൽ വാസ്തവത്തിൽ നമ്മുടെ മനസ്സ് ഈ ബുദ്ധിയും ആകെ കലങ്ങി മറിഞ്ഞ പോലെ ഒന്നുമില്ല. ഞാൻ മുമ്പേ സിനിമ കണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പോൾ ഒരു സിനിമ ഇരുന്ന് കാണാൻ പറ്റില്ല. അതെന്താ ചോദിച്ചാൽ നമ്മൾ ഈ സിനിമ അങ്ങോട്ട് കഴിഞ്ഞ് കണ്ടാൽ നമ്മുടെ ആകെ കിടന്ന് അങ്ങോട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ കിടന്നിട്ട് ആകണ്ട് ചളിയാക്കിയ പോലെ ആവും. ആകണ്ട് കലക്കാൻ ഒന്നിലൊരു പരിഹാരം ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റുക. നേരെ മറിച്ച് നമ്മൾ ഈ ഖുർആൻ കുറച്ചിങ്ങനെ വായിച്ചാൽ നമ്മൾ ആകെ അങ്ങ് ശാന്തമായി ഉണ്ടാവും. കാരണം ഇതിൽ മുഴുവൻ പരിഹാരങ്ങളാണ്, മറ്റേതിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നം പറയാം, ആ പ്രശ്നം പറയാം, അടുത്ത പ്രശ്നം പറയാം, ഒന്നിനും പരിഹാരമില്ല. പക്ഷേ ഈ ഖുർആനിലൂടെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രവാചകത്തിൻ്റെ ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മൾ പരിഹാരങ്ങളിലൂടെ അങ്ങനെ പോവുക. നമ്മളായിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ നമ്മളുടെ ബുദ്ധിയെ ബോധ്യപ്പെടുത്തുന്ന, യുക്തിയെ ബോധ്യപ്പെടുത്തുന്ന പരിഹാരങ്ങളിലൂടെയാണ് നമ്മൾ പോവുക. അപ്പോൾ നമ്മളാകെ ശാന്തമാകുന്നു. ഇത് ഭയങ്കര വ്യത്യാസമാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ സുയ്യിനലിൽ കാഫിരീന, അവർക്കതങ്ങനെ ആസ്വാദികരമാക്കപ്പെടുകയാണ്. അതാണ് കേമം എന്നുള്ള ഒരു ധാരണയിൽ അവരങ്ങനെ പോകും. അത് മാ കാനു യാമലൂൻ, അത് അവരങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർക്ക് അതങ്ങനെ സംഭവിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. വക്കദാലിക, അപ്രകാരം തന്നെയാണ്, അതേ പാറ്റേൺ തന്നെയാണ് ജഅൽനാ, നാം ആക്കിയിട്ടുണ്ട്, ഫീ കുല്ലി ഖറിയത്തിൻ, എല്ലാ നാട്ടിലുമുണ്ട്, അകാബിറ മുജ്രിമീഹ, അതിൻ്റെ മുജ്രിമീങ്ങളുടെ തലവന്മാർ, കുറ്റവാളികളുടെ തലവന്മാരെ ഈ റസൂലിൻ്റെയും ഈ വിശ്വാസികളുടെയും എതിരാളികളെ ശത്രുക്കളാക്കിയിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. അള്ളാഹു എന്ന് പറയുന്നത് നമ്മളെ അങ്ങനെ അങ്ങ് സുഖിപ്പിക്കാൻ വിട്ട കൂട്ടരല്ല.
നമ്മൾ ഈ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ദീന് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഈ ലോകാവസാനം വരെ നമുക്ക് ശത്രുക്കളും ഉണ്ടാവുന്നതാണ്. അവർ വെറുതെ ഇരിക്കില്ല, അവരൊരിക്കലും വെറുതെ ഇരിക്കില്ല. കാരണം അവർ വെറുതെ ഇരുന്നാൽ ഇത് ഇതിൻ്റെ പാട്ടിന് വളരുകയും അവരുടെ ആഫീസ് പൂട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരിക്കലും അവർ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ വിധിയാണ്. നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. എല്ലാ പ്രവാചകന്മാർക്കും ഏറ്റവും ടോപ്പ് ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ വിശ്വാസികൾക്കും അത് ഉണ്ടാവും. അവർ ലിയംകുറൂബിഹ, അവർ ആ നാട്ടിൽ അവരുടെ തന്ത്രങ്ങളൊക്കെയും അവർ പയറ്റുകയും ചെയ്യും. അതിനൊന്നും ഒരു തടസ്സവും എവിടെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ സ്വന്തം കർമ്മങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഗംഭീരമായി ആസ്വദിക്കുന്ന കുറ്റവാളികളായ നേതാക്കൾ, കുറ്റവാളികളായ പൗരോഹിത്യം, കുറ്റവാളികളായ സമുദായ നേതാക്കൾ, ഗോത്ര നേതാക്കൾ, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഹറാമുകളെ അള്ളാഹു നിഷിദ്ധമാക്കികളെ ഹലാലാക്കുകയും ഹലാലുകളെ ഹറാമാക്കുകയും ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്ന് സ്വന്തം അടിമകളാക്കുന്നവരാണ്, സ്വന്തം അടിമകളാക്കുന്നതാണ്. അവർ ശരിക്ക് അത് ആസ്വദിക്കുന്നുണ്ട്. അവർക്ക് ഇനി അത് നിലനിൽക്കുക എന്ന് പറയുന്നത് അവരുടെ അനിവാര്യതയാണ്. ആ സിസ്റ്റം അവർക്ക് നിലനിർത്തിയേ പറ്റുള്ളൂ. കാരണം അള്ളാഹുവിൻ്റെ അടിമത്തത്തിലേക്ക് പോയതൊക്കെ ആകെ തകിടം മറിയും, അവർക്കത് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് അവർ അത് നിലനിർത്താനുള്ള സകല തന്ത്രങ്ങളും പയറ്റും. അത് അനിവാര്യമാണ്. കാരണം അത് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. കാരണം അത് ശൈത്താൻ്റെ താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനോരും ചെയ്യും. അത് സമുദായ നേതാക്കളായാലും രാഷ്ട്രീയ നേതാക്കളായാലും ഗോത്ര നേതാക്കളായാലും ഒരു മതനേതാക്കളും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അവർക്ക് അവരുടേതായ തന്ത്രങ്ങളുണ്ടാവും. വിശ്വാസികൾക്കെതിരെ അവർ ആ തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കും. അത് അവസാനിക്കാൻ പോകുന്ന ഒരു പരിപാടിയല്ല. അത് നാശത്തിന് വേണ്ടിയാണ് എന്നൊരിക്കലും അവർ സമ്മതിക്കൂല. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അവരെപ്പോഴും ഇത് വേറെ ഒരു നന്മയിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഇത് ഒക്കെ അവതരിപ്പിക്കാൻ പോകുന്നത്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ നഹ്നു മുസ്ലിഹൂൻ. അത് അവരുടെ സ്ഥിരം പല്ലവിയാണ്. ഇത് അൽ-ബഖറ തൊട്ടിട്ട് നമ്മളെ പഠിപ്പിക്കുന്നൊരു സംഗതിയാണ്. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ അവർ പറയാൻ ഞങ്ങൾ ഭൂമിയെ നന്നാക്കുന്നവരാണെന്നാണ്. ഭൂമി എന്ന് പറയുന്നത് സംസ്കരിക്കപ്പെട്ട ഒരു സാധനമാണ്. ഭൂമിയുടെ മേളിൽ ഏത് കയ്യേറ്റം എങ്ങനെ എന്തിൻ്റെ പേരിൽ നടത്തിയാലും അത് നാശമാവും. അത് ഏത് നടപടി, ഇപ്പം നമ്മളിപ്പോൾ ഖുർആനിൽ പറയും അളവ് തൂക്കങ്ങളിൽ നിങ്ങൾ കൃത്രിമം കാട്ടരുത്, കാരണം ഭൂമി അതിൻ്റെ ലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. അളവ് തൂക്കങ്ങളിൽ വരുന്ന കൃത്രിമങ്ങൾ അത് കേവലം കച്ചവടത്തിൻ്റെ സാധനം മാത്രമല്ല, മനുഷ്യരുടെ അവകാശങ്ങളിലുണ്ട് അളവ് തൂക്കങ്ങൾ. ഇപ്പം ജാതീയത ഒരളവ് തൂക്കാണ്. അതായത് ബ്രാഹ്മണൻ അവർക്ക് താഴെയുള്ളവർക്കൊക്കെ ഒരളവ് അങ്ങോട്ട് വെച്ച് കൊടുത്തേക്കുക, ബാക്കിയുള്ളവർക്കോ. അതായത് ബ്രാഹ്മണൻ എന്തൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ ബ്രാഹ്മണൻ കണ്ടെടുത്തിട്ട് നിറച്ച് അളന്നെടുത്തിട്ടാണ് ഈ അളവ്. ബ്രാഹ്മണന് വേണ്ടത് മുഴുവൻ അളന്നെടുത്തിട്ടാണ് അളവ്. എന്നാൽ ബാക്കിയുള്ളവർക്ക് ബ്രാഹ്മണൻ അങ്ങോട്ട് അളവ് വെച്ച് കൊടുക്കുക. അതിൽ അയാളുടെ ചോയ്സിന് പ്രസക്തിയില്ല. വെള്ളക്കാരൻ അവൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ എടുത്തിട്ടാണ് അവൻ്റെ അളവ്. ബാക്കിയുള്ളവർക്ക് കറുത്തവനുക്കും മറ്റുള്ളവർക്കും അവർ വെച്ച് കൊടുക്കുന്ന അളവാണ്. ഒന്നാം ലോകക്കാരൻ മൂന്നാം ലോകക്കാർക്ക് അങ്ങോട്ട് കൊടുക്കുന്നതാണ്. അതായത് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഭൂമി കുഴപ്പത്തിലാക്കും, ഭൂമിയെ കുഴപ്പത്തിലാക്കും. ഭൂമിയെ അള്ളാഹു ഒരു ബാലൻസിലാണുള്ളത്. ഭൂമി ഒരു ബാലൻസിലാണ്. ആ ബാലൻസിന് എവിടെ തകരാറ് വന്നാലും വൽ അർള വളഅഹാ ലിൽ അനാം എന്നൊക്കെ പറയുന്ന ആ സംഗതി അതാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികൾക്കും വേണ്ടി വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസിൻ്റെ മുകളിൽ കളിക്കാൻ പാടില്ല. കാരണം മനുഷ്യർക്ക് മാത്രമേ അതിൻ്റെ മുകളിൽ കളിക്കാൻ പാടുള്ളൂ. കാരണം ഭൂമിയിലെ ഖലീഫ മനുഷ്യരാണ്. അതുകൊണ്ട് വേറെ സൃഷ്ടികൾക്കൊന്നും അതിൻ്റെ മുകളിൽ കളിക്കാൻ പറ്റില്ല.
അപ്പോൾ ആ സംഗതി ഇവർ മനുഷ്യരെ അടിമകളാക്കി നിർത്താൻ വേണ്ടി ഈ വക പരിപാടികൾ പല തന്ത്രങ്ങളും ഒപ്പിക്കും. അത് നന്മയുടെ പേര് പറഞ്ഞിട്ടാണ് ഒപ്പിക്കുകയും ചെയ്യുക. അതാണ് ഈ പറയുന്നത്. എന്നാൽ വമാ യംകുറൂന ഇല്ലാ ബി അൻഫുസിഹിം, നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എന്തെങ്കിലും ഒന്നായിട്ടല്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇവരിതൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് സ്വന്തത്തിന് വേണ്ടിയാണ് ഈ സമ്പാദിക്കുന്നത് എന്ന് അവർ ബോധമില്ലാതെ, അവർ ഏതൊരു തന്ത്രം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതൊരു സമ്പാദ്യമായിട്ട് അവർക്ക് ചെന്ന് ചേരുന്നുണ്ട്. പക്ഷെ ആ ബോധത്തിൽ ഇവരില്ല. ആ ബോധത്തിലല്ല ഇവർ. എന്തേ ആ ബോധം പോകാൻ കാരണം എന്ന് ചോദിച്ചാൽ, തീരുമാനിക്കേണ്ടയിടത്ത് തീരുമാനിച്ചില്ല എന്നാണ്. സെലക്ട് ചെയ്യേണ്ടടുത്ത് സെലക്ട് ചെയ്തില്ല. അത് വളരെ പ്രധാനമായൊരു സംഗതിയാണ്. ഈ മനസ്സ് എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. ഖുർആൻ സൂറത്തുൽ ബഖറ തൊട്ടിട്ടേ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ നിർണയിക്കുക. മനസ്സ് അങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഷുഊറ് പോകും. നമ്മൾ ഈ ചെയ്യുന്നത് എന്താണെന്നുള്ള ആ ബോധം തന്നെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഇത് വളരെ പ്രധാനമായൊരു സംഗതിയാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രം എടുത്ത് വെച്ച് നോക്കിയാലും നമുക്ക് ഇതേ തിയറികളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതാ നേരത്തെ പറഞ്ഞത്. അതായത് അള്ളാഹുവിൻ്റെ ഹിദായത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒക്കത്തിലും അതിൽ കാണാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് വേറെ ഇതിലേക്കും പോകാൻ പറ്റും. ഞാൻ ഇപ്പോൾ അടുത്ത് ഈ മനഃശാസ്ത്രത്തിൻ്റെ ഒക്കെ വായിച്ചപ്പോൾ ഈ കണ്ടന്റുകളൊക്കെ വാസ്തവത്തിൽ അതിലുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അവർ തിരഞ്ഞെടുത്തത് കുഫറാണ്. അതുകൊണ്ട് അവരതിനെ വേറെ തൊട്ടിലാണ് കാണുക. ഇതാണ് ഇതിൻ്റെ സംഗതികൾ. കാരണം യാഥാർത്ഥ്യം പഠിക്കാൻ ഇറങ്ങുമ്പോൾ യാഥാർത്ഥ്യം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ വ്യാഖ്യാനിച്ച് വേറെ കണ്ടത് ഒപ്പിച്ച് വെക്കുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. ഇതാ ജാഅത്തുഹും ആയത്തും, ഒരായത്ത്, ഒരു അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ഒരു ആയത്ത് ഒക്കെ അവർക്ക് വന്നാൽ അവരെന്താ പറയാന്ന് ചോദിച്ചാൽ, അത് ആ ആയത്ത് എന്ന് പറയുന്നത് അവരുടെ മുന്നിൽ നിഷേധിക്കാൻ പറ്റാത്ത തെളിവായിട്ട് ചെല്ലുക. അപ്പം നമ്മുടെ മുന്നിൽ ഈ പറയുന്ന നേതാക്കൾ അല്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനത്തെ ആളുകളുടെ മുന്നിൽ നിഷേധിക്കാൻ ഒരിക്കലും യുക്തിപരമായോ ബുദ്ധിപരമായോ പ്രമാണപരമായോ ഒന്നും ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ആയത്തുകൾ അവരുടെ മുന്നിലേക്ക് വന്നാൽ അപ്പോൾ അവർ പറയാം, ലൻ നുഅ്മിന, ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല, ഹത്താ നുഅ്തിയ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്, മുമ്പ് പ്രവാചകന്മാർക്കൊക്കെ കൊടുത്ത അതേ സംഗതി ഞങ്ങൾക്ക് തന്നെ കിട്ടണം, ഞങ്ങൾക്ക് വരുന്നത് വരെ. അതായത് ഞങ്ങൾ വായിക്കുന്ന ഒരു ഗ്രന്ഥം നിനക്ക് കിട്ടിയ പോലെ ഞങ്ങൾക്ക് കിട്ടണം. മറ്റേ പ്രവാചകന്മാർക്ക് അത്ഭുതങ്ങൾ കാണിച്ചതുപോലെ ഞങ്ങൾക്കും കിട്ടണം. ഇപ്പോൾ വലീദ് ഇബ്നു മുഗീറൊക്കെ റസൂലിനോട് പറഞ്ഞു, അന്നേക്കാ പ്രായം എനിക്കാണ്, അന്നേക്കാ സമ്പത്ത് എനിക്കാണ്, അന്നേക്കാ ആൾബലം എനിക്കാണ്, അങ്ങനെ ഒരു പ്രവാചകത്വം വരണമെങ്കിൽ അത് എനിക്കാ വരേണ്ടതെന്ന് റസൂലിനോട് പറഞ്ഞു. അബൂജഹൽ പറഞ്ഞു, ഞങ്ങൾ മഖ്സൂം ഗോത്രക്കാർ, അവർ അബ്ദുമനാഫ് ഗോത്രക്കാർ, ഞങ്ങളെന്നും കുതിരകളെപ്പോലെ ഇങ്ങനെ മത്സരിക്കുക, ആരാണ് മേലെ. ഈ ഹജ്ജിന് വരുന്ന ആളുകൾ തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് വിരുന്നൊരുക്കി, അതായത് ഈ ഗോത്രക്കാർ ഒന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു ചെയ്ത് അങ്ങനെ മത്സരിക്കുക. അതിലടക്കാണ്ട് ഇപ്പോൾ ഒരിക്കലും മുഹമ്മദ് റസൂല് റിസാലത്ത് കിട്ടുന്നുണ്ട്, വഹ്യ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കാൻ പോണില്ല. ഒരിക്കലും മുഹമ്മദിനെ ഞങ്ങൾ അംഗീകരിക്കില്ല, മുഹമ്മദിനെ ഫോളോ ചെയ്യില്ല. കാരണം അവർക്ക് കിട്ടിയത് ഞങ്ങൾക്കും കിട്ടുന്നത് വരെ. അവർക്ക് റിസാലത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും അത് കിട്ടണം. ഇതേ സംഗതി തന്നെയായിരുന്നു ബനൂ ഇസ്രായേലിയർക്കും. അവർ പറഞ്ഞു, റിസാലത്തൊക്കെ ഒക്കെ ഞങ്ങളത് വിശ്വസിക്കുന്നവരൊക്കെയാണ്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നവരുമാണ്. പക്ഷേ അത് എവിടെ വരണം? ബനൂ ഇസ്രായേലിൽ വരണം. ഞങ്ങൾ ഉമ്മി എന്ന് പറയുന്ന ഈ കൂട്ടർ ഈ ബനൂ ഇസ്മായിലിലേക്ക് അത് വന്നാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് ഈ നേതൃത്വം, ഈ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ശൈത്താനിയത്ത് നിലനിർത്തണം എന്നുള്ള ഈ താല്പര്യക്കാരായ ഈ നേതാക്കളുടെ തന്ത്രങ്ങളാണ്. അത് അവർ എല്ലാ കാലത്തും ഏത് നാട്ടിലും ഇങ്ങനെ തന്നെയാണ്. അതാണ് അക്കാബിറ മുജ്രിമീഹ എന്ന് പറയുന്നത്. ഏത് കാലത്തുള്ള ഏത് നാട്ടിലെ ഏത് ഭരണാധികാരികളും ഇതൊക്കെ തന്നെയാണ്. കാരണം അത് ഈ ദീനിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉണ്ടായിരിക്കും. ഇതൊരിക്കലും അവസാനിക്കാൻ പോകുന്ന പരിപാടിയല്ല. നമ്മൾ വിചാരിക്കേണ്ട ഇത് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവസാനിച്ചിട്ട് ഇല്ലാണ്ടാവുന്ന അങ്ങനെ ഒരു സംഗതിയില്ല. അങ്ങനെ വ്യാജ സ്വപ്നങ്ങളിലൊന്നും നമ്മൾ പോയി അഭിരമിക്കേണ്ടതില്ല. ഈ ദീൻ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെ തിരഞ്ഞെടുത്താൽ മതി. അള്ളാഹു ആലമു, അവർക്ക് കൊടുക്കുന്ന മറുപടി, അള്ളാഹു ആലമു ഹൈസു യജ്അലു റിസാലത്തുഹു, അവൻ്റെ റിസാലത്ത് എവിടെ എപ്പോൾ ആർക്ക് എന്നുള്ളതൊക്കെ അള്ളാഹു തീരുമാനിക്കുന്നതാണ്. കാരണം അത് അള്ളാഹുവിന് നന്നായി. ഒരു പ്രവാചകനും ഒരു പ്രവാചകത്വവും പ്രതീക്ഷിച്ചിട്ട് കിട്ടിയതല്ല. അവരതിനു വേണ്ടി കാത്തിരുന്നിട്ടുമില്ല. അവർക്ക് അങ്ങനെ ഒരു ധാരണയെ ഉണ്ടായിരുന്നില്ല. മൂസാ നബിക്ക് വഴി കിട്ടുകയാണെങ്കിലും
റസൂലിന് വായി കിട്ടുകയാണെങ്കിലും അവരൊരിക്കലും ഞങ്ങളൊരു പ്രവാചകനാകുമെന്ന് വിചാരിച്ചവരോ ഒന്നുമല്ല. പക്ഷെ അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുപ്പിൽ അതുണ്ട്. അള്ളാഹു ഈ കോടിക്കണക്കായ ജനങ്ങളിൽ നിന്ന് ഒരു പ്രവാചകനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ മാനദണ്ഡമാണെന്ന് ആർക്കറിയാം. അതൊന്നും സെലക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചാൽ ഒന്നും കിട്ടുന്ന സംഗതിയല്ല. അത് അള്ളാഹുവിൻ്റെ തികഞ്ഞ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു റസൂലിനെ തിരഞ്ഞെടുത്തിട്ട് അയ്യത്തട എന്ന് പറഞ്ഞൊരു സംഗതി ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതായത് തികഞ്ഞ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ സ്വപ്നം കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല റിസാലത്ത് ഉണ്ടാവുക. സയുസീബുല്ലദീന അജ്റമു, ഈ കുറ്റവാളികളായ ആളുകൾക്ക് ഭവിക്കും, സഹാറും നിന്യത ഭവിക്കുന്നതാണ്. നിന്യത ഭവിക്കും അവർക്ക് ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ. അതായത് രണ്ട് സംഗതികളാണ് പറയുന്നത്. ഒന്ന് നിന്യതയാണെങ്കിൽ മറ്റൊന്ന് അദാബുൻ ശദീദുമാണ്. നിന്യത എന്ന് പറയുമ്പോൾ അത് മാനസികമായൊരു സംഗതിയാണ്. നിന്യത മാനസികമായൊരു സംഗതിയാണ്. അതായത് ഇവർ ബോധപൂർവം ഈ മേലെ കിടക്കാരായി നിൽക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് ഞങ്ങൾ ഗംഭീരന്മാരാണെന്ന് വിചാരിപ്പിച്ചിട്ട് നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന കുതന്ത്രങ്ങൾ, അതിനെതിരെയാണ് അവർക്ക് നിന്യതയുണ്ടാവുമെന്ന് പറയുന്നത്. അവരെ എത്രമാത്രം അവർ അതിനു വേണ്ടി പണിയെടുത്തോ അത്രത്തോളം നിന്യത അവർക്കുണ്ടാകും. നമുക്കിപ്പോൾ നിന്യത എന്നൊക്കെ പറയുമ്പോൾ സങ്കല്പിക്കാവുന്ന ഒരു പരിധി ഉണ്ടാകും. അതിൻ്റെ അപ്പുറം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ചെറുതായതുകൊണ്ട് തന്നെ നമ്മളുടെ നിന്യതയാണെങ്കിലും മേപ്പട്ടിക്കാണെങ്കിലും അതിനൊരു പരിധി ഉണ്ടാവും. നമ്മളിപ്പോൾ എത്ര നിന്ദിച്ചാലും ഒരാൾ ആത്മഹത്യ ചെയ്താൽ കഴിഞ്ഞില്ലേ, അതിനോട് ആളുടെ പണിയില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അറ്റമില്ലാത്തതായതുകൊണ്ട് തന്നെ ഈ സഹാറ്, അതായത് ചെറുതായി പോകുന്നത് സഹീർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സംഗതിയാണ് ഈ സഹാറും. മനുഷ്യനെ എത്രത്തോളം അവൻ്റെ മാനസികമായി അവനെ നിന്ദിച്ച് ചെറുതാക്കാമോ അത്രയൊക്കെ അള്ളാഹു ചെയ്യുന്നതാണ്. എത്രത്തോളം അള്ളാഹു ചെയ്യാൻ ഉദ്ദേശിച്ചോ അത്രത്തോളം ചെയ്യും. ആ ചെയ്ത്തിനല്ല പരിധിയുള്ളത്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിനാണ്. അള്ളാഹു അത്ര മതി എന്ന് വിചാരിച്ചാൽ അവിടെ നിൽക്കും, അത്രയേ ഉള്ളൂ. അദാബുൻ ശദീദും, അതുപോലെ തന്നെയാണ് ഇനി അവർക്ക് ബാഹ്യമായിട്ട് അതുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവുമല്ലോ. അവർ ഈ ചിന്ത തന്ത്രമായി അവർ പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. അതിനുള്ളതാണ് അദാബുൻ ശദീദ്. അത് ഒന്ന് ബാഹ്യമാണെങ്കിൽ ഒന്ന് നേരത്തെ പറഞ്ഞ മാതിരി ആന്തരികമാണ്. ഇത് രണ്ടിനെയും അള്ളാഹു ശിക്ഷിക്കും. ബിമാ കാനു യംകുറൂൻ, അവർ ആകെ തന്ത്രങ്ങൾ, അവരുടെ ആ കുതന്ത്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് അവർക്ക് ഈ ശിക്ഷയൊക്കെ വന്നു ഭവിക്കും. നമുക്കിവിടെ നിർത്താം. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ആഴ്ച നമ്മുടെ ക്ലാസ് ഉണ്ടാവില്ല. കാരണം